സൗദി അറേബ്യ 2030 വിഷന്റെ ഭാഗമായി ഡെവലപ്പ് ചെയ്യുന്ന നിയോം പ്രൊജക്ട് പ്രതീക്ഷിച്ച പോലെയല്ല ഇപ്പോഴും മുന്നേറുന്നത്. സൗദിയുടെ ഡ്രീം പ്രൊജക്ട് അല്ലെങ്കിൽ അംബീഷ്യസ് പ്രൊജക്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഒരു സിറ്റി പ്രൊജക്ട് 26,000 ചതുരശ്ര കിലോമീറ്ററിലാണ് ഈ ഒരു പ്രൊജക്ട് അവർ പ്ലാൻ ചെയ്തിരുന്നത്. ഈ ഒരു നിയോ പ്രൊജക്റ്റിൽ അവർ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കൊടുത്ത ഒരു പ്രൊജക്റ്റാണ് ലൈൻ പ്രൊജക്ട് എന്ന് പറയുന്നത്. അതായത് ഈ മരുഭൂമിയിൽ കൂടെ ഒരു ലൈൻ പോലെ പോകുന്ന പ്രൊജക്റ്റാണ്. ഈ ഒരു പ്രൊജക്റ്റാണ് അവരുടെ 2030 വിഷനായിട്ട് കാണുന്നത് തന്നെ. എന്നാൽ ഇതിപ്പോ പ്രതീക്ഷകൾ തെറ്റിയിരിക്കുകയാണ് എന്ന രീതിയിലാണ് ഇപ്പം ഈ ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഈ ഒരു പ്രൊജക്ട് 100 മൈൽ നീളത്തിലുള്ള സിറ്റി പ്രൊജക്റ്റ് ആയിരുന്നു. 2030 ആകുമ്പോഴേക്കും ഇവര് പറഞ്ഞ പോലെ അല്ല കാര്യങ്ങൾ. പറഞ്ഞ സ്കെയിലിൽ നിന്നും ഒരുപാട് താഴേക്ക് വരുന്ന രീതിയിൽ വെറും 1 മൈല് അല്ലെങ്കിൽ 1.5 മൈല്, അതായത് 2.4 കിലോമീറ്റർ നീളം മാത്രമേ 2030 ആകുമ്പോഴേക്കും തീരുകയുള്ളൂ എന്നാണ് ഈ പറയുന്ന വിവരം. ഇവര് പറഞ്ഞിരുന്നത് എന്താണ്? 9 മില്യൺ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരു പ്രൊജക്റ്റ് ആണ് 2030 ആകുമ്പോഴേക്കും സാധ്യമാകുക എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് വെറും 3 ലക്ഷം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ്, അങ്ങനെ മാത്രമാണ് ഇതിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവര് പറഞ്ഞിരിക്കുന്ന വിഷൻ 99% സ്കെയിൽ ഡൗൺ ആയി കാണുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഈ നിയോം പ്രൊജക്ടിനെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ 26,500 ചതുരശ്ര മീറ്റർ, അതായത് ഏകദേശം നമ്മുടെ കേരളത്തിന്റെ 75% സൈസ് ഉള്ള ഒരു ഏരിയ ആണ്. പോസ്റ്റ് ഓയിൽ ടെക്നോളജി മേഖലയിൽ, അതുപോലെ ഗ്രീൻ എനർജി, സസ്റ്റൈനബിലിറ്റി തുടങ്ങിയ ആശയങ്ങൾ കൈവച്ചിട്ടാണ് സൗദി ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ നിയോ പ്രൊജക്റ്റിൽ മെയിൻ ആയിട്ടും 4 പ്രൊജക്റ്റാണ് ഉള്ളത്. അതിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈൻ എന്ന് പറയുന്ന പ്രൊജക്ട്, പിന്നെ ട്രൊജന, ഓക്സിജൻ, സിൻഡല തുടങ്ങിയ മറ്റു പ്രൊജക്ടുകളൊക്കെ ഉണ്ട്. ഈ 4 പ്രൊജക്ടിനും വളരെ വ്യത്യസ്തമായ പ്രൊജക്ടുകളാണ്. ഈ സിൻഡല എന്ന് പറയുന്ന പ്രൊജക്ട് ഒരു ബീച്ച് റിസോർട്ട് പ്രൊജക്ട് ആണ്. ഇപ്പൊ നമ്മുടെ ദുബായിൽ ഈ ഒരു ബീച്ച് റിസോർട്ട് പ്രൊജക്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഉള്ളതാണ് ട്രൊജൈന എന്ന് പറയുന്ന പ്രൊജക്ട്. പിന്നെ ഉള്ളത് ഈ ഫ്ലോട്ടിംഗ് ഇൻഡസ്ട്രിയൽ ഹബ്ബ്, മൗണ്ടൻ റിസോർട്ട് പ്രൊജക്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഇതിൽ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ലൈൻ എന്ന് പറയുന്ന പ്രൊജക്ട്. 200 മീറ്റർ വീതിയിൽ, 500 മീറ്റർ ഹൈറ്റിൽ, അതുപോലെ 100 മൈൽ നീളത്തിൽ മരുഭൂമിയിൽ കൂടെ ഒരു ലൈൻ പോലെ കിടക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഇവർ ഉദ്ദേശിച്ചത്. ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു പ്രൊജക്റ്റ് ആണിത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ലൈൻ അല്ല, ഏകദേശം ഒരു ഗ്ലാസിന്റെ ഒരു വോൾ ആണ് ഇരുവശത്തും. ഇങ്ങനെ ഒരു ലൈൻ വോൾ അവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന എൻവയോൺമെന്റ് ഇമ്പാക്ട് ഭയങ്കരമാകും. കാരണം മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾ, സ്പീഷീസ് അവിടെ ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇതിന്റെ എക്കോളജിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട് ഭയങ്കരമാണ്, ഭയങ്കര ഹൈ ആണ്. കാരണം ഇതിൽ ഹൈ സ്പീഡ് റെയിൽവേ നെറ്റ്വർക്ക് ഒക്കെ വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിഡ്ഢിത്തരമായിട്ടുള്ള പ്രൊജക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സിറ്റി മരുഭൂമിയിലാണല്ലോ വരുന്നത്. ജനങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാര്യം. സൗദിയിൽ ഒരു 5 കോടി ആളുകളുടെ പോപ്പുലേഷൻ ഉള്ള ഒരു നാടാണ്. അതിൽ 90 ലക്ഷം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇനി മറ്റൊന്ന്, മരുഭൂമിയുടെ ഒരു അവസ്ഥ നമുക്കറിയാലോ. വേനൽക്കാലത്ത്, അതായത് സമ്മർ ഒക്കെ ആവുന്ന സമയത്ത് അവിടുത്തെ ചൂട് 50 ഡിഗ്രിക്ക് മുകളിലാണ്. ആ ഒരു സമയത്ത് ഈ ഒരു പ്രൊജക്റ്റിൽ അവർ എങ്ങനെയാകും ഒരു ഹോസ്പിറ്റബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. കാരണം ഇതൊരു സിറ്റി ആയതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ തരണം ചെയ്യും എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. സ്ഥിരമായിട്ട് താമസിക്കേണ്ട ഏരിയ ആണല്ലോ അവിടെ ഉള്ളത്. കൂടുതൽ ലക്ഷറീസ് ആയിട്ടുള്ള ആളുകളാകും കൂടുതലായിട്ടും അവിടെ താമസിക്കാൻ വരികയും. ഈ നിയോ സിറ്റിയുടെ സൗദിയുടെ ഒരു പുതിയ വിഷൻ, അല്ലെങ്കിൽ സൗദിയുടെ ഒരു പുതിയ എക്കണോമിക് സിസ്റ്റം, അങ്ങനെ ഒരു ഏരിയ ആയിട്ടാണ് നിയോ സിറ്റിയെ സൗദി കാണുന്നത് തന്നെ. സൗദി ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ലോക ശ്രദ്ധ നേടുക, അല്ലെങ്കിൽ ലോക രാജ്യങ്ങളെ ആകൃഷ്ടരാക്കി സൗദിയിലേക്ക് വരുത്തിക്കുക, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യങ്ങളൊക്കെയാണ് സൗദിക്കുള്ളത്. പക്ഷേ ഇപ്പോൾ സൗദി ഈ ഒരു പ്രൊജക്ട് സ്കെയിൽ ഡൗൺ ചെയ്തിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ക്രൈസിസ് തന്നെയാണ്.
പക്ഷെ മുഹമ്മദ് സൽമാൻ പറഞ്ഞത് എന്തായിരുന്നു? ഞങ്ങളുടെ കയ്യിൽ ലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ പണമുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ്. ഇപ്പോഴുള്ള ക്രൈസിസിന്റെ മെയിൻ കാരണം നമുക്കറിയാം, ഓയിൽ ആണല്ലോ സൗദിയുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി എന്നുള്ളത്. അതിപ്പോ കുറഞ്ഞു വരികയാണ്. ഈ ഉക്രൈൻ യുദ്ധം തീരാത്തിടത്തോളം കാലം ഓയിലിന്റെ പ്രൈസ് കൂടില്ല. അതൊരു തിരിച്ചടിയാണ് സൗദിയെ സംബന്ധിച്ചിടത്ത്. കാരണം സൗദിയുടെ റവന്യൂവിനെ അത് എഫക്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. മുഹമ്മദ് സൽമാൻ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. സൗദി നല്ല രീതിയിൽ സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2024 പാസ്സാക്കാൻ ഇരുന്ന ഈ നിയോ സിറ്റി പ്രൊജക്ടിന്റെ ബജറ്റ് ഇപ്പോഴും പാസ്സാക്കിയിട്ടില്ല. പിന്നെയാണ് ഈ 2030 വിഷൻ. ഈ ഒരു പ്രൊജക്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അനിശ്ചിതമായിട്ട് നിന്നു പോകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അല്ലെങ്കിൽ അവർ പറഞ്ഞിരുന്നു ലൈൻ സിറ്റി പ്രൊജക്ട് 2030 ആകുമ്പോഴേക്കും സിറ്റി ഒന്നും ആകില്ല അവിടെ. ഒരു പക്ഷേ ഒരു ദുബായ് മാള് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു മാളാക്കി മാറ്റാമെന്ന് മാത്രമേ ഉള്ളൂ.